നമ്മുടെ കേരളത്തിലെ ടൂറിസം മാപ്പിൽ കടമക്കുടി എന്ന് പേര് കേൾക്കാത്ത ആരുണ്ടാവില്ല. ഇതാണ് ആ കാണുന്ന കടമക്കുടി. പിന്നെ ഈ കാണുന്നത് വരാപ്പുഴയും ചേരാനല്ലൂരും നേരെ നോക്കിയാൽ FACT വരെ നമുക്ക് കാണാം. ഉദ്ഘാടനം കാത്തു കിടക്കുന്ന കടമക്കുടിയെയും ചാത്തനാടിനെയും ബന്ധിപ്പിക്കുന്ന പാലമാണ് ഈ കാണുന്നതാണ് നമ്മുടെ ചാത്തനാട്. എന്താ ചാത്തനാടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഗ്രാമീണ ഭംഗിയുണ്ട്, അതുപോലെ തന്നെ കേരളത്തിൻ്റെ ബാക്ക് വാട്ടേഴ്സിൻ്റെ ടൂറിസത്തിനുള്ള വൻ സാധ്യതകളുണ്ട്. പക്ഷേ അതിലുപരി ചാത്തനാട് എന്നുള്ള സ്ഥലം ഇപ്പോൾ കടമക്കുടിയുമായി കണക്ട് ചെയ്തിരിക്കുകയാണ്. കടമക്കുടിയിൽ നേരെ വരാപ്പുഴ വഴി നാഷണൽ ഹൈവേ 66 ചേരാനല്ലൂർ സിഗ്നലിലെത്താം. നിലവിൽ ചാത്തനാടിനെ കടമക്കുടിയുമായി കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി കടമക്കുടിയിൽ നിന്നുള്ള പെടലിയിലേക്കുള്ളൊരു പാലമുണ്ട്. ആ പാലത്തിന് ഓൾറെഡി അപ്രൂവലായി കഴിഞ്ഞു. ആ പാലം കൂടി വന്നു കഴിഞ്ഞാൽ ചാത്തനാടിൽ നിന്ന് കടമക്കുടിയിലേക്കും കടമക്കുടിയിൽ നിന്ന് പെഴലയിലേക്കും പെഴലയിൽ നിന്ന് നമ്മുടെ കണ്ടെയ്നർ റൂട്ടിലേക്കുമുള്ള കണക്ഷനാവും. അതായത് എറണാകുളത്തിൻ്റെ ഉപഗ്രഹ നഗരമായി ഈ ചാത്തനാടും പരിസര പ്രദേശവും മാറും. ഒപ്പം തന്നെ ടൂറിസത്തിനുള്ള വൻ വികസന സാധ്യതയും കൂടി ചാത്തനാടിനുണ്ട്. ഇവിടെ ഒരു 70 സെൻറ്റ് പ്ലോട്ടുണ്ട്. കടമക്കുടിയിൽ നിന്ന് ചാത്തനാടേക്ക് പാലത്തിലേക്ക് ഇറങ്ങുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ പ്ലോട്ട് 70 സെൻറ്റ് പ്ലോട്ടാണ്. ഇതിന് ഇവിടെ ഓൾറെഡി ഒരു നമ്പറുള്ള ഒരു ബിൽഡിങ് കൂടിയുണ്ട് ഈ പ്ലോട്ടിൽ. മാത്രമല്ല നല്ലൊരു വാട്ടർ ഫ്രണ്ടേജ് ഉണ്ട്. ഈ കാണുന്ന സ്ക്വയർ പ്ലോട്ടാണ് ഈ കാണിക്കുന്നത്. അവിടേക്ക് റോഡ് ആക്സസ് ഉണ്ട്. പ്രകൃതി സൗന്ദര്യവും അതുപോലെ തന്നെ ഗതാഗത സൗകര്യവും ഒരുപോലെ ഒത്തിണങ്ങിയ ഒരു പ്ലോട്ടാണിത്. ഒരു റിസോർട്ട് പണിയാനോ വലിയൊരു വീട് പണിയാനോ നല്ല സൗകര്യമുള്ള ഒരു സ്ഥലമാണിത്. നമ്മുടെ ചെറായി ബീച്ചിലേക്കും ഇവിടുന്ന് വെറും 20 മിനിറ്റ് ദൂരം മാത്രമേ ഉള്ളൂ. മാപ്പ് എടുത്തു നോക്കിയാൽ ഈ കാണുന്ന ചാത്തനാട് ലേക്ക് വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞ ആ ഒരു പ്ലോട്ടാണ്. ഭാവിയിൽ ചിലപ്പോൾ ചാത്തനാട് ലേക്ക് വ്യൂ റിസോർട്ട് എന്നൊക്കെ പറഞ്ഞ റിസോർട്ട് വന്നേക്കാം ഈ പ്ലോട്ടിൽ. ഇവിടുന്ന് ചാത്തനാടെന്ന് കടമക്കുടിയിലേക്കും, കടമക്കുടി ഒരു ചെറിയ ദ്വീപാണ്, അറിയാമല്ലോ. അവിടെ പോകാത്തവർ ടൂറിസം ആയി ബന്ധപ്പെട്ട് യാത്രകൾ ഇഷ്ടപ്പെടുന്നവർ ഒക്കെ കടമക്കുടി കള്ള് ഷാപ്പും ഒക്കെ പോകാത്തവർ വളരെ വിരളമാണ്. ആ കാണുന്ന ഒരു മഞ്ഞ വരയിലുള്ളതാണ് നമ്മളുടെ കണ്ടെയ്നർ റോഡ്. മൂലമ്പള്ളി എന്നുള്ള സ്ഥലത്തേക്കാണ്, അതായത് പുഴയിൽ നിന്ന് മൂലമ്പള്ളി എന്ന സ്ഥലത്തേക്കാണ് മുട്ടുന്നത്. ആ കണ്ടെയ്നർ റോഡ് പോകുന്നത് മൂലമ്പള്ളിയിലൂടെയാണ്. ഇത് നമ്മുടെ പ്ലോട്ടിൻ്റെ പാലത്തിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. പാലത്തിൻ്റെ തൊട്ട് താഴെയുള്ള റോട്ടിലൂടെയാണ് പ്ലോട്ടിലേക്ക് കടക്കേണ്ടത്. അത് വിശാലമായിട്ടുള്ള ഒരു റോഡ് തന്നെയാണ്. ഇതിൻ്റെ ഏകദേശം ഒരു 5-10 മീറ്ററിന് ഇടയ്ക്ക് വരുന്നുണ്ട് ഇതിൻ്റെ ഫ്രണ്ടേജ്. ഈ ഒരു പറമ്പിൻ്റെ ഫ്രണ്ടേജ്. ഇതിൻ്റെ അകത്ത് കാണുന്നത് നമ്പറുള്ള ഒരു ബിൽഡിങ് തന്നെയാണ്. ഈ പറമ്പിലുള്ള കെട്ടിട നമ്പറുള്ള ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ്. ഈ പറമ്പിൻ്റെ മൊത്തം കാഴ്ചയാണ് ഈ കാണുന്നത്. 70 സെൻറ്റ് പറമ്പിൻ്റെ ഒരു ടോപ്പ് വ്യൂ ആണ് ഈ കാണുന്നത്. പാലത്തിനടിയിൽ ആ സർവീസ് റോഡിനോടും നമ്മളുടെ പറമ്പിൻ്റെ അതിർത്തി പങ്കിടുന്നുണ്ട്. ഈ 70 സെൻറ്റ് സ്ഥലവും പിന്നെ അതിനകത്തുള്ള ചെറിയ നമ്പറുള്ള കെട്ടിടവും തൊട്ടിപ്പുറത്ത് കാണുന്ന പാലത്തിൻ്റെ സർവീസ് റോഡാണ്. ആ സർവീസ് റോഡിനോട് ചേർന്ന് കിടക്കുന്ന ആ പ്ലോട്ടാണിത്. ഭാവിയിൽ നല്ലൊരു വികസന സാധ്യതയുള്ള സ്ഥലം കൂടിയാണ് ചാത്തനാട്. ടൂറിസം സാധ്യതകളുണ്ട്. ഇത് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക.